ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണത്. ഇവൾ ടാറ്റയൊക്കെ ആക്കുന്നുണ്ട്. മുട്ടയാക്കിയിട്ടൊരു വേറെ തന്നെ ഒരു ഫീല്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മല്ലത്തേക്കാണ് വന്നത്. അപ്പോൾ മല്ലത്ത് പെട്ടെന്ന് തൊഴുതിയിട്ട് നമുക്ക് ഇറങ്ങാനുള്ളതാണ്. കാരണം നമുക്ക് കുറ്റിക്കോല് അമ്പലത്തിൽ പോകാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് സ്ലോമോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തൊഴുതിയിട്ട് ഇറങ്ങുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബസ്സുണ്ട്. ബസ് 10:30 പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നുള്ളതാണ്. കാരണം 10:20 ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവറും സ്പീഡിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബോയിക്കാനം ഉള്ളതാണ്. ഇപ്പോൾ ബോയിക്കാനം ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ 10 മിനിറ്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെറുതെ വേഗം വന്നതെന്ന് തോന്നിപ്പോയി. കാരണം വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു, ബാഗിൻ്റെ വെയിറ്റും ഇവളും ഒക്കെ ആയിട്ട്. അവസാനം ബസ് വന്നിട്ട് ബസ്സിൽ കയറി. പാട്ടുണ്ടായതുകൊണ്ട് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവൾ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിതാ ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. അമ്മ വഴിപാട് കഴിപ്പിക്കാൻ പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളൊന്നിച്ചതാ അമ്മായിയും ഉണ്ട്. അമ്മായി നേരെ അമ്പലത്തിലേക്ക് വന്നതായിരുന്നു. ഹസ്ബൻഡിൻ്റെ മാമൻ്റെ വൈഫാണ്. പിന്നെ നമുക്ക് അവിടുന്ന് ഉണ്ണിയപ്പം കിട്ടി. അപ്പോൾ അവിടെ ചായയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പവും അവിലും മാത്രം എടുത്തതായിരുന്നു. അപ്പോൾ ഇവൾക്ക് ഞാൻ ഉണ്ണിയപ്പം കൊടുക്കുന്നുള്ളതാണ്. ഇവളാണെങ്കിൽ അമ്മായിൻ്റെ മാലയൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിപ്പോൾ കുറച്ചിങ്ങനെ ആൾക്കാരുടെ ഒന്നിച്ചൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അമ്മായിൻ്റെ ഒന്നിച്ച് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ പുറം ഭാഗം ഇങ്ങനെ കുറച്ച് റഫ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഞാൻ കഴിച്ചു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നിടത്തുള്ളതാണ്. അമ്മയും അമ്മായിയും പുറത്തുള്ളതാണ്. കാരണം പുറത്ത് നല്ല ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് എന്നെ വേഗം വിട്ടതായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തു. ഇവക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അമ്മായി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേൻ്റെ വീട്ടിലാണ് പോകുന്നത്. മറിയും വെള്ളം അതിലുള്ളത്. എപ്പോക്കിരി അപ്പം ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഇവിടെ ഒരാൾ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ട്. എപ്പോൾ തലയ്ക്ക് കൊണ്ടിട്ട് കഴിയുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏയ് മോട്ടെ ഏയ്
നോക്കിക്കൊണ്ടേ. അപ്പം ഞാനിതാ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും അമ്മായി ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി തിരിച്ചു വന്നു.